സലീമേട്ടൻ എപ്പോഴാണ് ആദ്യമായിട്ട് മിമിക്രി ചെയ്യുന്നത്? അതെനിക്ക് ഓർമ്മയില്ല. എന്നാലും 10ാം ക്ലാസ് സ്കൂൾ കാലഘട്ടത്തിൽ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. എന്തായിരുന്നു അന്ന് ചെയ്തിരുന്നത്? അന്ന് ബാലേന്ദ്രമേനോൻ, വി കെ എബ്രഹാം, ദുൽഖർ സൽമാൻ ഇപ്പൊ ചെയ്യും. പൂജപ്പുര രവി ഒരു കഥാപ്രസംഗമുണ്ട്. ഒരു കഥാപ്രസംഗമുണ്ട്. അല്ല, ഇതൊന്നും അല്ല കേട്ടോ, സലീം കുമാർ അവതരിപ്പിച്ചത് ഇതൊന്നുമല്ല. കാരണം ആദ്യമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ കേരളത്തിൽ അവതരിപ്പിച്ചത് സലീം കുമാറായിരുന്നു. അത് അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിൽ 1ാം സമ്മാനം ലഭിച്ചത്. പക്ഷെ അന്ന് 2ാം സമ്മാനം ലഭിച്ചത് ആരാന്നറിയോ? പക്രുചേട്ടന്റെ പേര് പറയാനാണ് പക്രുചേട്ടൻ. പിന്നെ 3ാം സമ്മാനം കിട്ടിയത് അവരൊന്നും രക്ഷപ്പെട്ടില്ലെന്നുള്ളതാണ്. ഇപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതായത് ആ കോമ്പറ്റീഷനിൽ 1ാം സമ്മാനം സലീമേട്ടൻ, 2ാം സമ്മാനം പക്രുചേട്ടൻ, 3ാം സമ്മാനം ടിനിച്ചേട്ടൻ. അടിപൊളി. പിന്നെ എങ്ങനെയാണ് സിനിമയിലേക്ക് പോകുന്നത്? ഇതുപോലെ ഏതെങ്കിലും പെർഫോമൻസ് കണ്ടിട്ട് ഒരു വിളി വന്നിട്ടാണോ വരുന്നത്? അല്ല, ഇത് മനസ്സിലാക്കണോ, ഇവര് ഒന്നിനും കക്കാൻ പോകും, അല്ലെങ്കിൽ സിനിമക്ക് പോകും. അപ്പൊ നല്ലത് സിനിമക്ക് കയറ്റി വിട്ടേക്കാന്ന് വെച്ചിട്ട് വിട്ട് കാണും. അത് തന്നെ. പിന്നെ സലീമേട്ടൻ ഫൺ ഫാക്ട്സ് എന്ന് പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. സലീമേട്ടന്റെ വീടിന്റെ പേര് എന്താണെന്നറിയോ? ലാഫിംഗ് വില്ല. എന്താ വീട്ടിൽ എപ്പോഴും ചിരിയാണോ? വീട്ടിൽ ചിരിയല്ല, ചിരി വിറ്റ കാശ് കൊണ്ടാണല്ലോ വീട് പണിത്. അതുകൊണ്ട് അപ്പൊ അതിനോടൊരു നന്ദി രേഖപ്പെടുത്തുക. സെൻസ് അല്ലേ? അല്ല, ഈ ലാഫിംഗ് വില്ല എന്ന് പേരിട്ടപ്പോ തന്നെയാണ് ഈ പേര് വീടിനിട്ടത് അടിപൊളി. പക്ഷെ പിള്ളേരുടെ പേരിട്ടേക്കുന്ന ആരോമലും ചന്തു ഇവരെ യുദ്ധത്തിൽ ഇറക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചോളൂ? എന്തുകൊണ്ടാണ് ആരോമലും ചന്തു എന്നിട്ട്? അത് ചന്തു എന്നാണ് ആദ്യം ഇട്ടത്. അത് മമ്മൂക്കിനോടുള്ള ഒരു ആദരവിന്റെ പേരിലിട്ടാണ്. അതെ, വടക്കൻ വീരാദർ ചന്തുവാണ് അതിന് ഇൻസ്പിറേഷൻ. അപ്പൊ ചന്തു എന്ന് ഇട്ട് കഴിഞ്ഞപ്പോ അതിന് ചേർന്ന പേര് കിടക്കട്ടെ ആരോമലി. ഞാൻ കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് എന്റെ ഭാര്യനോട് പറഞ്ഞു, ആൺകുട്ടിയാണെങ്കിൽ ചന്തു, പെൺകുട്ടിയാണെങ്കിൽ ആർച്ച. അപ്പൊ അടുത്ത കുട്ടിക്ക് ഇടാൻ വേണ്ടി ആർച്ച എന്ന് വെച്ചിരുന്നാണ്. അതും പെണ്ണായി പോയി, ആണായി പോയി. അപ്പൊ ആരോമൽ നിന്നിട്ട് അങ്ങനെ. സലീമേട്ടനൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ ട്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരുമില്ല. സലിയപ്പന്റെ ഒപ്പം ഞാൻ പ്രോഗ്രാമിനും ടിവി ഷോയിനും കൂടെ പിഷാരടി ആയിരുന്നു അതിന്റെ ലീഡർ. ഞാൻ വാർത്തെടുത്ത് കഷ്ടപ്പെട്ട് ഞാനൊരു പ്രോഗ്രാമിന് ചെല്ലുമ്പോ ഇവരുടെ ട്രൂപ്പിന്റെ പ്രോഗ്രാമാ. അന്ന് സത്യമാഷ അനുകരിക്കുന്ന പിഷാരടി. ശരിയായിട്ടില്ല അത്. പിഷാരടി, പഴയ പിഷാരടി മമ്മൂട്ടിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പിഷാരടിയാണ് നമ്മുടെ വിഷയം. അവൻ ഭയങ്കര അങ്ങ് നടക്കവൻ. തൃപ്പൂണിത്തറയിൽ മമ്മൂട്ടി എടുക്കുന്ന ഒരുത്തരുണ്ട്. തൃപ്പൂണിത്തറ അമ്പലത്തിൽ വെച്ചിട്ട് എന്തോ ചോറിന്റെ പ്രശ്നത്തിൽ എന്തൊക്കെ ഉണ്ടായി. ഇവൻ കത്തി എടുത്തെന്നാണ് അവര് പറയണത്, കമ്മിറ്റിക്കാരി. പക്ഷെ ഇവൻ കത്തിയൊന്നും എടുക്കൂല, അങ്ങനത്തെ ഒരാളൊന്നുമല്ല അവൻ. പക്ഷെ കമ്മിറ്റിക്കാരി ഇവനെ കയറ്റാൻ പറ്റും, തല്ലുവരത്തി തല്ലിയില്ല, ഇവനെ കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ എന്ത് ചെയ്യും? അത് മമ്മൂട്ടി എന്ന് വെച്ചാൽ മെയിൻ വടക്കൻ വീരാണ് അവതരിപ്പിക്കണത്. അതിന് മമ്മൂട്ടിയായിട്ട് ഇവൻ ചെയ്യണം. അപ്പൊ ഒരു രക്ഷയില്ല. പരിപാടി പൊളിഞ്ഞു വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ട്രൂപ്പ് മാനേജർ എന്നെ വിളിച്ചു പറഞ്ഞു, പരിപാടി കയറിയിട്ടാന്ന് വെച്ച്. എന്നിട്ട് അവനെ കയറ്റാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞേക്കണത്. അപ്പൊ എന്ത് ചെയ്ത്? പിഷാരടി കയറി. എന്റെ ദൈവമേ! പക്ഷേ അവൻ ഒരു ഡയലോഗ് പോലും തെറ്റിച്ചില്ല. രൂപത്തിലൊന്നും ആ പരിപാടി ഭംഗിയായിട്ട് കൊണ്ടുപോയി. അതവന്റെ കഴിവാണ്. പ്രസാദ്, നിങ്ങൾ ആ സമയത്തൊക്കെ എവിടെയായിരുന്നു? ഒരു ക്യാമറ വെച്ച് അമ്പലത്തിൽ പരിപാടി ഇപ്പൊ നമ്മുടെ ഒരു തലതൊട്ടപ്പൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കിങ് അല്ലെങ്കിൽ ലീഡർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലെ ജീനിയസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഫുൾ ചേട്ടൻ പറഞ്ഞതുപോലെ വീടിന്റെ പേര് പറഞ്ഞ പോലെ ഒരു ലാഫിംഗ് വീല പോലെ ഒരു ലാഫിംഗ് ഫ്ലോർ ആയി മാറിയല്ലേ? കാരണമുണ്ട്. ഇപ്പൊ 2 സ്ഥലമുണ്ട്. പക്ഷെ ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ ഭൗതികമായിട്ട് ചിന്തിക്കുന്ന കോമഡികളാണ്. സലിമിടും പറയട്ടെ. ആണോ? അങ്ങനെയാണോ? ഞാൻ പോവാണേ. മറ്റേ ജോർജ് ഞാൻ നോക്കി. അല്ലല്ല, അതല്ല. സലിമേട്ടൻ ഈ ടിനി ഏറി കയറിയ പിന്നെ ഒരുപാട് കാലമായി കണ്ടിട്ട്. അടുത്ത് കിട്ടിയ വല്ലപ്പോഴോ വരാറുള്ളൂ. അപ്പൊ ഒന്ന് ഞാനൊന്ന് കൊണ്ട് ആസ്വദിച്ചോട്ടെ. ഇനി അടുത്ത സത്യനാണ്.
അല്ല അല്ല അവിടുത്തെ അവിടെ മെമ്പർഷിപ്പ് ചോദിച്ചിട്ടുണ്ട് കുഴപ്പമില്ല സത്യൻ അതിനൊരു തുടക്കം ഞാൻ ഇട്ടിട്ടുണ്ട് അവിടെ ഷാരടിയുടെ. നീ ആരുടെ കൂടെയാണ്? അവിടെയാണ് ഇവിടെയാണ്? എപ്പോ കൂടെ വന്നാലും തനിക്കിട്ട് പണി എടാ, വരുമോ? ഇങ്ങടാ. എടാ ഞാൻ നിന്റെ കൂടെ തന്നെ. ആ ഓക്കെ. സലിംഭായി പറഞ്ഞില്ലേ ലാഫിംഗ് വില്ല എന്നിട്ട് ചിരിപ്പിച്ചുകൊണ്ട് വീട് വെച്ചെന്ന് പറഞ്ഞു. സത്യത്തിൽ പക്രുവിന്റെ ഗിന്നസ് പക്രുവിന്റെ വീടിന് റെയിൽവേ സ്റ്റേഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തെ. കാരണം ട്രെയിൻ ഓടിച്ചാണ് അവൻ കാശുണ്ടാക്കിയത്. ഏറ്റില്ല, കട്ട് ചെയ്ത് തീ കത്തിച്ചോ. അത് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് കോമഡി കത്തിച്ചോളാം. അത് കത്തിച്ചാൽ പറഞ്ഞില്ല. എന്താണ്? അത് വന്ദേ മാതരിൽ കയറ്റി വിട്ടു. ട്രെയിൻ കോമഡി അല്ലേ? ട്രെയിനിൽ തന്നെ കയറ്റി വിട്ടു. അങ്ങനെയാണെങ്കിൽ അസീസിന്റെ വീട് അശോക മന്ദിരം എന്ന് പറഞ്ഞോ. ഇല്ല, കൂഗൽ വില്ല. ദയവേദി കത്തിക്കണം. നോബി ഒന്ന് കത്തിക്കണം. അതിന് കത്തിക്കുന്നില്ല അത് വേണം.